നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, നാം എത്ര ഭാഗ്യവാന്മാരാണെന്ന് നാം അറിയാറില്ല. ആളുകൾ മിക്കപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ഈശ്വരന്റെ കൃപ വിസ്മരിക്കുന്നു. ദിവസവും എയിംസ് ആശുപത്രിയിൽ ചെന്ന് രോഗികളോട് സംസാരിക്കാറുള്ള ഒരു ഭക്തൻ ഒരു ദിവസം രോഗികളെ സന്ദർശിക്കുമ്പോൾ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അവൾ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ പറഞ്ഞു, ഒരു ദിവസം ആരുടെയും സഹായം കൂടാതെ ബാത്റൂമിൽ വരെ എനിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ സാധിച്ചേക്കും. ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് പോലും ആ കുട്ടി പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊരു യുവാവ് പറഞ്ഞു, ഈ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഒന്നും സഹായമില്ലാതെ എനിക്കൊരു ശ്വാസം വിടാൻ സാധിച്ചാൽ മതി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. കണ്ണിനു കാഴ്ചശക്തിയില്ലാതെ മറ്റൊരാൾ ഒരു നാൾ ഈ സുന്ദരമായ ലോകം കാണാനാകും എന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ്. ഈ രോഗികൾ സ്വപ്നം കാണുക മാത്രം ചെയ്യുന്ന ഈ ഭാഗ്യങ്ങളെല്ലാം നമുക്കുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്കുണ്ടെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്ത് ധാരാളം പുണ്യം നേടാനാകും. അതിനു നാം ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. സത്യത്തെ മുറുകെ പിടിക്കുക. നിത്യമായതെന്തോ അതാണ് സത്യം. ആ പരമസത്യമാണ് ഈശ്വരൻ. അതാണ് യഥാർത്ഥ സൗന്ദര്യം. പക്ഷെ മനുഷ്യർ ലോകത്തിലെ നശ്വര വസ്തുക്കളുമായി ബന്ധനത്തിലാണ്. അതുകൊണ്ട് ജനനവും മരണവും വീണ്ടും വീണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ജനിമൃതി ചക്രത്തിനപ്പുറം പോകണം. അതിനു നാം മരണത്തെ ജയിച്ച് ആ പരമഗുരുവുമായി ബന്ധത്തിലാകണം. പരമശിവൻ ഗുരുവിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ തന്നെയുണ്ട്. പരമശിവൻ പരമഗുരു അമ്മയുടെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ തന്നെയുണ്ട്. സാധകന് വഴികാട്ടുവാനായി വ്യക്തിരൂപത്തിൽ പ്രത്യക്ഷനാകുന്ന ഈശ്വരൻ തന്നെയാണ് ഗുരു. ഈശ്വര കൃപയാണ് ഗുരുവിൻ്റെ രൂപം ധരിക്കുന്നത്. ഗുരുവിനെ കാണുക എന്നാൽ ഈശ്വരനെ കാണുക എന്നു തന്നെയാണ്. ഗുരു ഈശ്വരനുമായി ഒന്നായിരിക്കുന്നു. ഗുരു നമ്മിൽ ഭക്തി ഉണർത്തുന്നു. ഗുരുവിൻ്റെ സാന്നിധ്യം സകലരെയും ശുദ്ധീകരിക്കുന്നു. ഗുരു ആനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാഗരമാണ്. നമ്മുടെ ആത്മാവിൻ്റെ കപ്പിത്താനാണ്. സന്തോഷത്തിൻ്റെ നീരുറവയാണ് ഗുരു. ഗുരുവിന് സകല ദുഃഖങ്ങളെയും തടസ്സങ്ങളെയും അകറ്റുവാനാകും. നമ്മെ ഈശ്വരൻ്റെ തലത്തിലേക്ക് ഉയർത്താനും സാധിക്കും. അതിനായി നമുക്ക് നമ്മുടെ സദ്ഗുരുവായ അമ്മയോട് പ്രാർത്ഥിക്കാം. നമഃശിവായ. ഹരി ഓം.